നമസ്കാരം. STV വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ലീഡർ കെ കരുണാകരന്റെ 4ാം ചരമവാർഷിക ദിനം വിവിധയിടങ്ങളിൽ ആചരിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് തൊഴിലുറപ്പ് തൊഴിലാളി യൂണിയൻ പ്രവർത്തകർ എടത്തിരുത്തി പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. വലപ്പാട് പഞ്ചായത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ധനസഹായങ്ങൾ വിതരണം ചെയ്തു. വിശദമായ വാർത്തകളിലേക്ക്. ലീഡർ കെ കരുണാകരന്റെ 4ാം ചരമവാർഷിക ദിനം വിവിധയിടങ്ങളിൽ ആചരിച്ചു. നാട്ടിക മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയും ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയും സംയുക്തമായി നടത്തിയ അനുസ്മരണ ചടങ്ങിൽ ബാലചന്ദ്രൻ മടക്കിയെടുത്ത് പുഷ്പാർച്ചന നടത്തി ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് VR വിജയൻ അധ്യക്ഷനായി. നാട്ടിക പഞ്ചായത്ത് പ്രസിഡന്റ് അനിൽ പുളിക്കൻ മുഖ്യ പ്രഭാഷണം നടത്തി. മണ്ഡലം പ്രസിഡന്റ് MR രാജൻ, AN സിദ്ധപ്രസാദ്, PK നന്ദനൻ, ജയസത്യൻ, PV ജനാർദ്ദനൻ, സുകുമാരൻ, സിദ്ദിഖ്, CS മണികണ്ഠൻ, EVK ജയപ്രകാശൻ എന്നിവരും സംസാരിച്ചു. KSU നാട്ടിക നിയോജക മണ്ഡലത്തിന്റെ ആഭിമുഖ്യത്തിൽ കഴിമ്പ്രം സ്കൂൾ പരിസരത്ത് നടത്തിയ അനുസ്മരണം KSU ജില്ലാ പ്രസിഡന്റ് ശോഭ സുബിൻ ഉദ്ഘാടനം ചെയ്തു. വൈശാഖ് ഏറൻ അധ്യക്ഷനായി. VM ശബരി, അജ്മൽ ഷരീഫ്, സാലിഹ്, AN മിഥുൻ, VN അദിനാസ്, KR അജിത്ത്, PB ഷിഹാബ്, KR അഭിജിത്ത്, TS സ്വരാജ്, KA അനുകൃഷ്ണ, ബിനോയ് മൂന്നാംകുറ്റ് എന്നിവരും സംസാരിച്ചു. പെരിഞ്ഞനം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി നടത്തിയ ചടങ്ങിൽ മണ്ഡലം പ്രസിഡന്റ് KS പങ്കജാക്ഷൻ അധ്യക്ഷനായി. കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ നടന്ന ചടങ്ങിൽ പുഷ്പാർച്ചനയും ഉണ്ടായിരുന്നു. PU ഗോപിനാഥൻ, KM സുകുമാരൻ, CP ഉല്ലാസ്, KK മോഹൻദാസ്, KV ചന്ദ്രൻ, KR ആര്യമാവ്, RB സന്തോഷ്, VS ജിനേഷ് എന്നിവരും സംസാരിച്ചു. ചന്ദ്രാപ്പനി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കെ കരുണാകരന്റെ അനുസ്മരണ സമ്മേളനം നടത്തി. ഇതിന്റെ ഭാഗമായി പുഷ്പാർച്ചനയും ഉണ്ടായിരുന്നു. മണ്ഡലം പ്രസിഡന്റ് PM നസീർ, PD സജീവ്, ഉമറുൽ ഫാറൂഖ്, AK ജമാൽ, ലൈല മജീദ്, TB പണിക്കർ, MD മുഹമ്മദ് തുടങ്ങിയവരും നേതൃത്വം നൽകി. പെരിഞ്ഞനം മേഖലയിൽ കഴിഞ്ഞ കുറച്ചു നാളുകളായി തുടരുന്ന സംഘർഷ സംഭവങ്ങളിൽ നടപടിയെടുക്കാതെ പോലീസ് നിഷ്ക്രിയത്വം പാലിക്കുകയാണെന്ന് CPM പെരിഞ്ഞനം ലോക്കൽ കമ്മിറ്റി വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. ഇപ്പോൾ മോദി കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നതിന് ശേഷം കേന്ദ്രത്തിൽ ആ പിടിപ്പ് ഉപയോഗിച്ച് പോലീസിലുള്ള ഇത്തരത്തിലുള്ള ആളുകളെ ഉപയോഗപ്പെടുത്തി CPMനെതിരായി ബോധപൂർവം രാഷ്ട്രീയമായി വലിയ ആരോപണം ഉണ്ടാക്കി അതിൻ്റെ അടിസ്ഥാനത്തിൽ BJP വളരെ സുഖമായി പ്രവർത്തിച്ചു പോകുക എന്നാണ്. CPM ആണ് ആകെ കുഴപ്പം എന്ന് വരത്തി തീർക്കലാണ്. അതിന് പോലീസ് കൂട്ടു നിൽക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത്, കുറ്റിലക്കടവിലെ ഈ 2 സംഭവവും അതുപോലെ തന്നെ സമീപ പ്രദേശത്ത് കുറച്ച് നാളുകളായി ഈ പറയുന്ന ബാബുവിൻ്റെ പെട്ടിക്കട കത്തിച്ചതുമായി ബന്ധപ്പെട്ടും ഞങ്ങളുടെ ബോർഡ് ഉൾപ്പെടെയുള്ള പിന്നെ തോരണങ്ങളും അതുപോലെ ഞങ്ങളുടെ കൊടിമരം ഉൾപ്പെടെ നശിപ്പിച്ച് കളഞ്ഞതൊക്കെ തന്നെ ഇരുട്ടിൻ്റെ മറവിലാണ്. അത് ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽപ്പെട്ട ആളുകളായാലും അവരെ നിയമത്തിന്റെ പരിധിയിൽ കൊണ്ടുവരണം. പെരിഞ്ഞനത്തിന്റെ പടിഞ്ഞാറൻ മേഖലയിലും കിഴക്കൻ മേഖലയിലും പാർട്ടിയുടെ നിരവധി കൊടിമരങ്ങളും പ്രചരണ വസ്തുക്കളും തകർക്കപ്പെട്ടിട്ടും നടപടിയുണ്ടായില്ല. ഏതാനും ദിവസം മുമ്പ് കുറ്റിലക്കടവിലെ പാർട്ടിയുടെ പഴയകാല അനുഭാവി കളപ്പുരയ്ക്കൽ രാമകൃഷ്ണന്റെ വീടിന് നേരെയുണ്ടായ ആക്രമണത്തിൽ പോലീസും BJPയും ചേർന്ന് പാർട്ടിയെ പ്രതിക്കൂട്ടിലാക്കുവാൻ ശ്രമിക്കുകയാണ്. നവാസ് വധക്കേസിലെ സാക്ഷി മുല്ലക്കര ബാബുവിന്റെ പെട്ടിക്കടയ്ക്ക് നേരെയുണ്ടായ തീവയ്പ് ശ്രമത്തിലും പോലീസ് ആരെയും പിടികൂടിയില്ല. ഇതെല്ലാം പാർട്ടിയുടെ തലയിൽ കെട്ടിവെക്കാനാണ് പോലീസ് ശ്രമിക്കുന്നത്. കഴിഞ്ഞ ദിവസം പാർട്ടിയുടെ കുറ്റിലക്കടവ് ബ്രാഞ്ച് സെക്രട്ടറി പോട്ടത്ത് സുധീറിന്റെ വീടിന് നേരെയും ആക്രമണമുണ്ടായി. ഈ കേസിലും പോലീസ് നടപടിയെടുത്തിട്ടില്ല. കേന്ദ്രത്തിൽ BJP ഭരണത്തിൽ വന്ന ശേഷം RSSനും BJPക്കും അനുകൂലമായാണ് പോലീസിന്റെ പ്രവർത്തനം. ഈയിടെ നടന്ന അക്രമ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് CPMന് യാതൊരു പങ്കുമില്ലെന്നും സംഭവങ്ങളിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഇടപെട്ട് വ്യക്തമായ അന്വേഷണം നടത്തി ക്രിമിനലുകളെ പുറത്തു കൊണ്ടുവരണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു. ബുധനാഴ്ച വൈകിട്ട് 5 മണിക്ക് കുറ്റിലക്കടവിൽ പ്രതിഷേധ യോഗം നടത്തുമെന്നും ലോക്കൽ സെക്രട്ടറി PK ആറുമുഖൻ, പോട്ടത്ത് സുധീർ, MK സത്യനാഥൻ എന്നിവർ അറിയിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച തൊഴിലുറപ്പ് തൊഴിലാളി യൂണിയൻ പ്രവർത്തകർ എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. തൊഴിലും കൂലിയും ഉറപ്പുവരുത്തുക, APL BPL വ്യത്യാസമില്ലാതെ തൊഴിൽ മേഖല കണ്ടെത്തുക, തൊഴിൽ കൂലി 350 രൂപയാക്കുക തുടങ്ങി നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം. എടത്തിരുത്തി പുഴഞ്ചോട് സെന്ററിൽ നിന്നും ആരംഭിച്ച മാർച്ച് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ സമാപിച്ചു. Desember 23 Sindabad. Desember 23 Sindabad. തൊഴിലുറപ്പ് പദ്ധതിയെ ഇല്ലാതാക്കുന്ന
NRG വർക്കേഴ്സ് യൂണിയൻ നാട്ടിക ഏരിയ സെക്രട്ടറി MC ശശിധരൻ ധർണ ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര കേരള സർക്കാരുകളുടെ തെറ്റായ നയങ്ങളുടെ ഫലമായി കഴിഞ്ഞ കാലങ്ങളിൽ കിട്ടിക്കൊണ്ടിരുന്ന തൊഴിൽ നിഷേധിക്കുകയും നമ്മുടെ നിയമത്തിൽ പറയുന്ന പ്രകാരം ഈ തൊഴിലിന് അർഹമായ കൂലി നിശ്ചയിച്ച ദിവസത്തിനുള്ളിൽ കിട്ടാതിരിക്കുകയും അത് നിശ്ചയിച്ച് നിലപാടെടുക്കുന്ന ഭരണാധികാരികൾക്കെതിരായിട്ടാണ് ഈ സമരം സംസ്ഥാന വ്യാപകമായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം 2004 പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ കേവല ഭൂരിപക്ഷമില്ലാതിരുന്ന UPA സർക്കാർ UPA ഘടകകക്ഷികളും കോൺഗ്രസും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ പിന്തുണ തേടിക്കൊണ്ട് അവരുടെ കേന്ദ്ര ഓഫീസുകൾ കയറിയിറങ്ങിയ കാലഘട്ടത്തിൽ എന്ത് ഡിമാൻഡുകൾ വെച്ചാലും അംഗീകരിക്കാമെന്നും എത്ര മന്ത്രിമാരെ വേണമെങ്കിലും തരാമെന്നും ഏതെല്ലാം വകുപ്പുകളാണ് വേണ്ടതെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ആ മന്ദിരങ്ങളിൽ കയറിയിറങ്ങിയപ്പോഴൊക്കെ തന്നെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ അന്ന് ആവശ്യപ്പെട്ടത് ഒരു പൊതു മിനിമം പരിപാടിയുടെ അടിസ്ഥാനത്തിൽ ചില തൊഴിലാളികൾക്ക് അനുകൂലമായ നിലപാടെടുക്കുന്ന ഷീന വിശ്വൻ അധ്യക്ഷയായി. KG സുഖദേവ്, MK ഫൽഗുണൻ, KR ഹരി, PK രവി എന്നിവരും സംസാരിച്ചു. ചെട്ടിക്കാട് തീർത്ഥാടന കേന്ദ്രത്തിൽ ക്രിസ്മസ് ആഘോഷ കരോൾ മത്സരം ഉദ്ഘാടനം ചെയ്തു. തീർത്ഥാടന കേന്ദ്രം റെക്ടർ ഫാദർ ജോഷി മുട്ടിക്കൽ അധ്യക്ഷനായി. ഫാദർ ജൈജു ഇലഞ്ഞിക്കൽ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. നബിദിനാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് ചളിങ്ങാട് മദ്രസയിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ ആഭിമുഖ്യത്തിൽ പതാക ഉയർത്തി. ചളിങ്ങാട് മഹല്ല് ഖത്തീബ് KSIK തങ്ങളാണ് പതാക ഉയർത്തിയത്. TK ഖാസി ഉസ്താദ്, PP അബ്ദുൽ സെയ്ദ് എന്നിവർ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. മിലാദ് പൂർവ്വ വിദ്യാർത്ഥി പ്രസിഡന്റ് TM നാസർ അധ്യക്ഷനായി. MH ഗഫൂർ, PS ഷാജഹാൻ, സലീം തോട്ടുപറമ്പത്ത് എന്നിവരും സംസാരിച്ചു. അന്ത്യപ്രവാചകനായ മുഹമ്മദ് റസൂലുള്ളാഹി 1489 ജന്മദിനം സമാഗതമായിരിക്കുകയാണ്. ലോകമെമ്പാടും ഉള്ള മുസ്ലിമീങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ജന്മദിനാഘോഷം കൊണ്ടാടുന്നതിന് വേണ്ടി തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി ചളിങ്ങാട് പൂർവ്വ വിദ്യാർത്ഥികൾ അതിൻ്റെ തുടക്കമെന്നോണം ഇവിടെ പതാക ഉയർത്തൽ കർമ്മം. ഇടവേള.